കരുവന്നൂർ പുത്തൻതോട് വീട്ടിൽ കയറി ഗുണ്ടാക്രമണം. പിഞ്ചു കുഞ്ഞിനടക്കം പരിക്കേറ്റു. കരുവന്നൂർ പുത്തൻതോട് ഷാപ്പിന് സമീപമാണ് വീട്ടിൽ കയറി വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയത്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുട്ടാട്ടിൽ വീട്ടിൽ സൗമേഷ് എന്നയാളുടെ വീട്ടിലാണ് പ്രദേശത്തെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ അനൂപ് എന്നു പേരുള്ള അക്കുടു എന്നറിയപ്പെടുന്ന യുവാവ് ആക്രമണം നടത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ലഹരിയിൽ വടിവാളുമായി വീട്ടിലെത്തിയ ഇയാൾ സൗമേഷിനെയും ഭാര്യ അഞ്ജനെയും അമ്മ ഓമനയെയും മകൾ 6 വയസ്സുകാരി പ്രാർത്ഥനയെയും ആക്രമിക്കുകയായിരുന്നു. വീട്ടിലെ പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്തു. പരിക്കേറ്റ ഇവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തി പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുൻപും നിരവധി തവണ ഇയാളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായിട്ടില്ലെന്നും വീട്ടുകാർ പറയുന്നു. സംഭവം നടക്കുന്നതിന് സമീപത്താണ് മാസങ്ങൾക്ക് മുൻപ് ഗുണ്ടാ സംഘങ്ങൾ ചേരിതിരിഞ്ഞ് നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് കുത്തേൽക്കുകയും ചെയ്തത്. പ്രദേശത്ത് ഗുണ്ടാലഹരി മാഫിയയുടെ ശല്യം അധികരിച്ചു വരികയാണെന്നും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്നാള് ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് ഓരോ വീട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കല്, വീട്ടിൽ കയറി ഓരോ സാധനങ്ങൾ തല്ലി നടക്കല് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ന് വന്നിട്ട് എൻ്റെ തലയിൽ തെറ്റ് അടിച്ചു പൊട്ടിച്ചു, അമ്മയുടെ തലയിലടിച്ചു, ക്രാവിൻ്റെ കൈമതേ കോറിയിട്ടുണ്ട്. എല്ലാം കുറെ നാളെ ഇതായിട്ട് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇതിനൊരു ഇത് വേണം. ഭയങ്കര ഇതാണ്. കഞ്ചാവ് അടിച്ചിട്ട് ബോധമില്ല, അനാവശ്യങ്ങളാണ് പറഞ്ഞുണ്ടാക്കണത്. ഞങ്ങൾക്ക് എപ്പോഴും ശല്യമാണ്. ഞങ്ങൾക്ക് പേടിച്ചിട്ട് വീട്ടിലിരിക്കണത്. എൻ്റെ അമ്മേനൊക്കെ കൊട കൊണ്ട് അടിച്ച് വടിവാള് വന്ന് വീശി വടിവാള് കൊണ്ട് അടിച്ച് നിലത്തിട്ട് മുടിക്കൊക്കെ കുത്തിപ്പിടിച്ചു, തലയ്ക്കൊക്കെ കുത്തിപ്പിടിച്ചു. എൻ്റെ മോളുടെ കൈമ വടിവാള് കൊണ്ട് കുത്തി. ഇവന്റെ ശല്യം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കഞ്ചാവ് അടിച്ച് ഇതായി നടക്കണം. അവന്റെ വീട്ടുകാർക്ക് അവനൊന്നും ചെയ്യാൻ പറ്റണില്ല. ഞങ്ങൾ സ്റ്റേഷനിലൊക്കെ കുറെ അറിയിച്ചിട്ടുണ്ടായി. മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ച് അവിടെ നിന്ന് ഓരോ താക്കീത് കൊടുത്ത്